നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. UK-യിൽ തൊഴിൽ നേടാൻ ഇനി A ലെവൽ നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് പഠനം നിർബന്ധമാക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ വിസ മാനദണ്ഡം വെല്ലുവിളി. നടപടികളിലൂടെ വർഷം തോറും ഏകദേശം 1 ലക്ഷം കുടിയേറ്റക്കാരെ കുറയ്ക്കാൻ UK ലക്ഷ്യമിടുന്നു. UK-യുടെ സമ്പദ് വ്യവസ്ഥ G7-ൽ രണ്ടാമത് വളർച്ചാ നിരക്ക് കൈവരിക്കുമെങ്കിലും വിലക്കയറ്റം രൂക്ഷമാകുന്നു. ഈ വർഷം 3.4%, അടുത്ത വർഷം 2.5% വിലവർധന ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. IMF റിപ്പോർട്ട് ലേബർ സർക്കാരിന് കനത്ത തിരിച്ചടി. രാജസ്ഥാനിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ മരിച്ചത് 20 പേർ. 16 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹമാസിനെ നിരായുധരാക്കുകയാണ് ഇനി തന്റെ അടുത്ത നീക്കമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ അതിർത്തികളിൽ ആരാണ് സ്വന്തം രാജ്യത്ത് പ്രവേശിക്കുന്നതെന്നും ആരാണ് പോകേണ്ടതെന്നും നിർണ്ണയിക്കാൻ അതത് സർക്കാരുകൾക്ക് സാധിക്കണമെന്ന് UK ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. അമേരിക്കയിൽ 2 ആഴ്ചയെ തുടർന്ന ഗവൺമെന്റ് ഷട്ട്ഡൌൺ പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന റിപ്പോർട്ട്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർധനവിൽ നിന്നും അമേരിക്കക്കാരെ സംരക്ഷിക്കാനായി ഒബാമ കെയർ സബ്സിഡികൾ പുനഃസ്ഥാപിക്കണമെന്ന് ഡെമോക്രാറ്റുകൾ. ബീഹാറിൽ ആദ്യ സീറ്റ് വിഭജനം പൂർത്തിയായി. NDA ക്യാമ്പിൽ അതിർത്തി പുകയുന്നു. പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 100-ലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടതായി ഇന്ത്യ. കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. പ്രഭാത നടത്തത്തിനിടെ ഹൃദയാഘാതം ഉണ്ടാക്കുകയായിരുന്നു. വാർത്തകൾ വിശദമായി. UK-യിൽ തൊഴിൽ നേടാൻ ഇനി A ലെവൽ നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പഠനം നിർബന്ധമാക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത വെല്ലുവിളിയാണ് പുതിയ നടപടി. UK സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നയം പ്രകാരം 2026 ജനുവരി 8 മുതൽ UK-യിലേക്ക് വരുന്ന തൊഴിലാളികൾക്കും ചില ബിരുദധാരികൾക്കും A ലെവൽ നിലവാരത്തിലുള്ള B2 ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കും. ഇതിലൂടെ രാജ്യത്തെ കുടിയേറ്റ നിരക്ക് നിയന്ത്രിക്കാനും തൊഴിലിടങ്ങളിൽ മികച്ച ഭാഷാ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന നൽകുകയുമാണ് ലക്ഷ്യം. UK-യിലെ പുതിയ കുടിയേറ്റ നിയമം കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെയും ഇന്ത്യയിൽ നിന്നുള്ളവരെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് സൂചനയുണ്ട്. ഭാഷ അറിയാതെ ഇവിടെ എത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ നിലവിലുള്ള GCSE നിലവാരമുള്ള B1 ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ അപേക്ഷിച്ച് ഒരുപടി ഉയർന്നതാണ് പുതിയ നീക്കം. പുതിയ നിയമം സ്കിൽഡ് വർക്കർ, സ്കെയിലപ്പ് വിസ, ഹൈ പൊട്ടൻഷ്യൽ വ്യക്തിഗത HPI വിസകൾക്കാണ് ആദ്യമായി ബാധകമാകുന്നത്. ഈ വിസകൾ പ്രധാനമായും വേഗത്തിൽ വളരുന്ന കമ്പനികളിലും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന മേഖലകളിലും ജോലി ചെയ്യാൻ അനുവദിക്കും. അപേക്ഷകർക്ക് സംസാരം, കേൾവി, വായന, എഴുത്ത് എന്നീ മേഖലകളിൽ നേരിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും. ഹോം ഓഫീസ് അംഗീകരിച്ച കേന്ദ്രങ്ങളിലാകും പരീക്ഷകൾ നടക്കുക. ഫലങ്ങൾ വിസ അപേക്ഷാ പ്രക്രിയയുടെ ഭാഗമായും പരിശോധിക്കും. സർക്കാർ കണക്കുകൾ പ്രകാരം ഈ നടപടികളിലൂടെ വർഷം തോറും ഏകദേശം 1 ലക്ഷം കുടിയേറ്റക്കാരെ കുറയ്ക്കാനാണ് UK ലക്ഷ്യമിടുന്നത്. 2024-ൽ UK-യിലെ നെറ്റ് കുടിയേറ്റം 4.31 ലക്ഷമായിരുന്നു. UK-യുടെ സമ്പദ് വ്യവസ്ഥ G7-ൽ രണ്ടാമത് വളർച്ചാ നിരക്ക് കൈവരിക്കുമെങ്കിലും രാജ്യത്ത് വിലക്കയറ്റം അതിരൂക്ഷമാകുമെന്ന് റിപ്പോർട്ട്. IMF റിപ്പോർട്ട് പുറത്തുവന്നത് ലേബർ സർക്കാരിന് ഇരട്ടടി. IMF റിപ്പോർട്ട് പ്രകാരം ഈ വർഷം G7 രാജ്യങ്ങളിൽ രണ്ടാമത്തെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാകും UK-യുടേത്. പട്ടികയിൽ അമേരിക്കയാണ് ഒന്നാമത്. എന്നാൽ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുക UK ആയിരിക്കും. നിലവിലെ കണക്കുകൾ പ്രകാരം ഈ വർഷം 3.4%, അടുത്ത വർഷം 2.5% വിലവർധന ഉണ്ടാകുമെന്ന് IMF റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എനർജി, യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവയുടെ വർധനവാകും ഇതിന് കാരണം. റിപ്പോർട്ട് പുറത്തു വന്നത് ലേബർ സർക്കാരിനും തിരിച്ചടിയായി. ഉയർന്ന വിലക്കയറ്റവും സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും മൂലം പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെ കടന്നാക്രമിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. UK സമ്പദ് വ്യവസ്ഥ 2025-ൽ 1.3% വളർച്ച കൈവരിക്കുമെന്നും പ്രതീക്ഷയുണ്ട്. എങ്കിലും GDP നിരക്ക് 0.4%, 2026-ൽ 0.5% മാത്രമാകും മുന്നേറുക. ഇതോടെ GDP നിരക്കിൽ UK G7 രാജ്യങ്ങളിൽ അവസാന പട്ടികയിലാകും. രാജസ്ഥാനിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ മരിച്ചത് 20 പേർ. 16 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ജയ്സാൽമീറിൽ നിന്നും ജോധ്പൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സായിരുന്നു അപകടം. 57 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ് പുറപ്പെട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ പുകയും തീയും ഉയരുകയായിരുന്നു. ഒന്നും ചെയ്യാനാകും മുമ്പ് തീ ആളിപ്പടരുകയും ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്നാണ് സൂചന. 19 പേർ സംഭവ സ്ഥലത്ത് വെച്ചിട്ട് മരിച്ചെന്നും ഒരാൾ ചികിത്സയിൽ മരണമടഞ്ഞെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഹൃദയഭേദകമായ സംഭവമാണിതെന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എക്സിൽ കുറിച്ചു. പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സ നൽകാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ബസ് കത്തിയ സ്ഥലവും പരിക്കേറ്റവരെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. ഹമാസിനെ നിരായുധരാക്കുകയാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അവർ നിരായുധീകരണം നടത്തിയില്ലെങ്കിൽ തങ്ങൾ അവരെ നിരായുധീകരിക്കും. അത് വേഗത്തിലും ഒരുപക്ഷെ ബലം പ്രയോഗിച്ചുമാകാമെന്നും ന്യായമായ കാലയളവിൽ ഹമാസിന്റെ നിരായുധീകരണം സംഭവിച്ചിരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഈ ആഴ്ച ഗാസയിൽ ട്രംപ് മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമ്പോൾ 20 പോയിന്റ് സമാധാന കരാറിന് 2ാം ഘട്ടം പ്രാബല്യത്തിൽ വന്നാൽ ഹമാസിനെ നിരായുധരാക്കാനും
ഗാസ വിട്ടുപോകാനും നിർബന്ധിതരാക്കാനുള്ള വൈറ്റ് ഹൗസിന്റെ പദ്ധതികളാണ് ട്രംപ് വിവരിച്ചത്. ഈ മാസം അവസാനം നടക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ തന്റെ സഖ്യകക്ഷി നേതാവായ ഹാവിയർ മിലി പരാജയപ്പെട്ടാൽ അർജന്റീനയ്ക്കുള്ള പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം നൽകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹാവിയർ മിലി പരാജയപ്പെട്ടാൽ ഞങ്ങൾ അർജന്റീനയോട് ഉദാരത കാണിക്കാൻ പോകുന്നില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രാഷ്ട്രീയ സാമ്പത്തിക പിന്തുണ തേടാൻ മിലി വൈറ്റ് ഹൗസിൽ എത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. മിലി ജയിക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും വിജയിച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം തുടരുമെന്നും വിജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ അർജന്റീനയെ കൈവിടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അർജന്റീനയുടെ തകർച്ച നേരിടുന്ന സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്താൻ ട്രംപ് ഭരണകൂടം ഇതിനകം $20 ബില്യൺ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എയർബിഎൻബി, Booking.com പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ഹ്രസ്വകാല വാടകയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ എക്സിക്യൂട്ടീവ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്ന് യൂണിയന്റെ ഭവന കമ്മീഷണർ ഡാൻ ജോർഗൻസൺ പറഞ്ഞു. ഒരു വീട് വാങ്ങാൻ പാടുപെടുന്ന ആളുകളുടെ സാമൂഹിക പ്രതിസന്ധി നേരിടാൻ ബ്രസൽസ് നയരൂപകർത്താക്കൾ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ഗാർഡിയനും മറ്റ് യൂറോപ്യൻ പത്രങ്ങൾക്കും നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. ഡിസംബറിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ ആദ്യത്തെ ഭവന പദ്ധതി തയ്യാറാക്കുന്ന ചുമതല ഡാനിഷ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റായ ജോർഗൻസൺ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഭവന പ്രതിസന്ധിയുടെ പ്രധാന ഘടകങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുന്നതിൽ ബ്രസൽസ് ഇതുവരെ പരാജയപ്പെട്ടുവെന്നും ഇനി പരിഹാരമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ അതിർത്തികളിൽ ആരൊക്കെയാണ് സ്വന്തം രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നതെന്നും ആരാണ് പുറത്തേക്ക് പോകേണ്ടതെന്നും നിർണ്ണയിക്കാൻ അതത് സർക്കാരിന് തത്സമയം കഴിയണമെന്ന് UK ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. ഇത്തരമൊരു നടപടിക്രമം കൊണ്ടുവരുന്നതിലെ പരാജയം രാഷ്ട്രീയക്കാരിലും രാഷ്ട്രീയ സങ്കല്പത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുമെന്നും ഷബാന മഹ്മൂദ് മുന്നറിയിപ്പ് നൽകി. പടിഞ്ഞാറൻ ബാൽക്കണിയിലൂടെയുള്ള കുടിയേറ്റ മാർഗങ്ങൾ ചർച്ച ചെയ്യാനായി ലണ്ടനിൽ ചേർന്ന യൂറോപ്യൻ സഹ ആഭ്യന്തര മന്ത്രിമാരുടെ യോഗത്തിൽ ക്രമരഹിതമായ കുടിയേറ്റം തടയാനുള്ള മാർഗം അന്താരാഷ്ട്ര സഹകരണമാണെന്ന് ഷബാന നിർദ്ദേശിച്ചു. യൂറോപ്യൻ സഖ്യകക്ഷിയിൽ നിന്നുള്ള തന്റെ സഹപ്രവർത്തകരെ ലണ്ടനിൽ ആതിഥേയത്വം വഹിക്കുന്നതിനിടെ നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ യൂറോപ്യൻ രാജ്യങ്ങൾ പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നത് ഉറപ്പാക്കണമെന്ന് ഉച്ചകോടി നിർദ്ദേശം വഹിക്കുന്നതായി ഷബാന പറഞ്ഞു. അമേരിക്കയിൽ 2 ആഴ്ചയെ തുടരുന്ന ഗവൺമെന്റ് ഷട്ട്ഡൌൺ പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീക്കിക്കൊണ്ടുപോകുന്നതായി റിപ്പോർട്ട്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർധനവിൽ നിന്നും ലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ സംരക്ഷിക്കുന്നതിനായി ഒബാമ കെയർ സബ്സിഡികൾ പുനഃസ്ഥാപിക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ സർക്കാർ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നതുവരെ ഇത്തരം ചർച്ചകൾ മാറ്റിവെക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കന്മാരും ആവശ്യപ്പെടുന്നത്. ഒക്ടോബർ 1 ആരംഭിച്ച ഷട്ട്ഡൌൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നുമായി മാറി. ഡൊണാൾഡ് ട്രംപ് തന്റെ മുൻഗാമി ജോ ബൈഡനിട്ട് പണിതാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇത് അതിനേക്കാൾ മുമ്പ് US പ്രസിഡന്റ് ആയിരുന്ന ഒബാമയ്ക്കിട്ടായിരുന്നു പണി. ആ പണി പക്ഷേ തിരിച്ച് തങ്ങളുടെ നേർ ബൂമറാങ്ങായി വരുമെന്ന് അമേരിക്കക്കാർ ഒട്ടും കരുതിയതില്ല. അമേരിക്കയിൽ 2 ആഴ്ചയെ തുടർന്ന ഗവൺമെന്റ് ഷട്ട്ഡൌൺ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? തന്റെ മുൻഗാമി ജോ ബൈഡന്റെ മുൻഗാമിയായ ഒബാമയ്ക്കെതിരെ ട്രംപിന്റെ അരിശവും ദേഷ്യവും അസൂയും ഒക്കെ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഒബാമ കറുത്തവർഗക്കാരനായി പോയി എന്നത് ട്രംപിന്റെ മറ്റൊരു അരിശം. തെല്ലൊന്നുമല്ല ട്രംപിനെ ഈ ഒബാമ ഫാക്ടർ അസ്വസ്ഥനാക്കുന്നത്. കാര്യം എന്താണ്? ഒബാമയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് കെയർ അമേരിക്കയിൽ വിജയകരമായി നടപ്പാക്കുന്നുണ്ട്. അത് അടച്ചു പൂട്ടിച്ചു. അത് പൂട്ടിച്ചപ്പോൾ ഡെമോക്രാറ്റുകൾ ട്രംപിന്റെ സർക്കാരിനെയും അങ്ങ് പൂട്ടിച്ചു. അതാണിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് US ഗവൺമെന്റ് ഷട്ട്ഡൌണിന് കാരണമായ യഥാർത്ഥ കാരണം. ഒബാമയെ US ജനതയ്ക്ക് മുന്നിൽ നാണം കെടുത്താൻ ട്രംപ് കണ്ട കുതന്ത്രം മെച്ചപ്പെടുത്തിയ അഫോർഡബിൾ കെയർ ആക്ട് എന്നറിയപ്പെടുന്ന ഒബാമ കെയർ ജനപ്രിയ സബ്സിഡികൾ അങ്ങ് കൂട്ടിക്കിട്ടി. ഇതോടെയാണ് ഡെമോക്രാറ്റുകൾ ട്രംപിനിട്ട് പണി കൊടുത്തത്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർധനവിൽ നിന്ന് ലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ സംരക്ഷിക്കണമെന്ന് ആദ്യമേ ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒബാമ കെയർ സബ്സിഡികൾ അതിനെ തുടരണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ സർക്കാർ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നതുവരെ ഈ ചർച്ചകൾ നടക്കില്ല, അത് മാറ്റിവെക്കണമെന്നാണ് ട്രംപും ട്രംപിന്റെ അനുകൂലികളും പറയുന്നത്. അപ്പോൾ ഒബാമ കെയർ സബ്സിഡികൾ തിരിച്ചു കൊണ്ടുവരാതെ US ഷട്ട്ഡൌൺ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ട്രംപ് ചിന്തിക്കുന്നത്. പക്ഷേ അതിന് ഡെമോക്രാറ്റുകൾ തയ്യാറുമല്ല. നിങ്ങൾ ഒബാമ കെയർ സബ്സിഡി തിരികെ കൊണ്ടുവരൂ, ഞങ്ങൾ ഭരണ സംവിധാനം വീണ്ടും പ്രവർത്തിക്കാൻ അനുമതി നൽകാം, ഫണ്ടിങ്ങിന് വോട്ട് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. നിലവിലെ പ്രതിസന്ധിയുടെ കാരണം ഈ അഫോർഡബിൾ കെയർ ആക്ട് ഒബാമ കെയർ തന്നെയാണ്. സബ്സിഡികൾ അവസാനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നടപടിയെടുത്തില്ലെങ്കിൽ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ഇൻഷുറൻസ് പ്രീമിയം ഇരട്ടിയാകുമെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ഒബാമ കെയർ പദ്ധതി നേരത്തെയും ഇതുപോലെ റദ്ദാക്കാൻ ശ്രമം നടത്തിയിരുന്നു.
റിപ്പബ്ലിക്കന്മാർ ഈ വിഷയത്തിൽ അന്ന് കിണഞ്ഞു പരിശ്രമിച്ചു, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടിരുന്നു. ഡെമോക്രാറ്റുകൾ സർക്കാർ ഫണ്ട് പുനഃസ്ഥാപിക്കണമെങ്കിൽ അവരാവശ്യപ്പെടുന്നത് ഒബാമ കെയർ പദ്ധതി തിരികെ കൊണ്ടുവരിക എന്നത് മാത്രമാണ്. എന്നാൽ മാത്രമേ ഏത് ചർച്ചകളായാലും സർക്കാരിനുള്ള ഏത് ഫണ്ടിങ് ആയാലും നടക്കൂ എന്ന് അവർ വാശി പിടിക്കുമ്പോൾ ട്രംപ് മുട്ടുകുത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപ് കൈറോയിലും പലയിടത്തും കറങ്ങി നടന്ന് മറ്റു ലോകരാജ്യങ്ങളുടെ സമാധാനവും ക്ഷേമവും വെടിനിർത്തലും ഒക്കെ നിരന്തരമായി ക്ഷേമം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തർക്കങ്ങൾക്കിടയിൽ അമേരിക്കയിലെ സർക്കാർ ജീവനക്കാരുടെ പിരിച്ചുവിടലുകൾ തകൃതിയെ നടക്കുന്നു. സൈനികരുടെ ശമ്പളം മുടങ്ങി, ആരോഗ്യ സംരക്ഷണ നയങ്ങളിലെ മാറ്റങ്ങൾ, ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇതെല്ലാം കടുത്ത ആശങ്കയാണെന്ന് മാധ്യമങ്ങളും വെണ്ടയ്ക്ക ആശുപത്രി റിപ്പോർട്ട് ചെയ്തിട്ടും ട്രംപിനൊരു കുലുക്കവുമില്ല. ശമ്പളം മുടങ്ങുമെന്ന ആശങ്ക വർദ്ധിച്ചതോടെ സൈനികർക്ക് ശമ്പളം നൽകാനായി $8 ബില്യൺ അനുവദിക്കണമെന്ന് ട്രംപ് പ്രതിരോധ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പീക്കർ ജോൺസണും വൈസ് പ്രസിഡന്റ് JD വാൻസും ഈ ആവശ്യത്തെ പിന്തുണച്ചു. കാരണം സൈന്യമില്ലെങ്കിൽ അമേരിക്കയില്ല, സൈന്യമില്ലെങ്കിൽ വാൻസ് ഇല്ല, സൈന്യമില്ലെങ്കിൽ ട്രംപ് ഇല്ല, വൈറ്റ് ഹൗസുമില്ല, സെനറ്റുമില്ല. അവർ പിണങ്ങും. അമേരിക്ക സൈന്യം പിണങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കുക എന്ന് ട്രംപിനും അറിയാം, വാൻസിനും അറിയാം. ചരിത്രത്തിൽ ഇതേപോലെ നടക്കാത്ത പല സംഭവങ്ങളും അമേരിക്കയിൽ നടന്നേക്കാം സൈനികർക്ക് ശമ്പളം മുടങ്ങിയാൽ. അത് ട്രംപിന് മനസ്സിലാകത്തോണ്ടെന്നറിയില്ല, അതോ കിടന്ന് പൊട്ടം കളിക്കുകയാണെന്നറിയില്ല. എന്തായാലും സൈനികരെ വിഷമിപ്പിച്ചാൽ അവർ പണി കൊടുക്കുമെന്നത് ഉറപ്പാണ്. നിലവിലെ ഷട്ട്ഡൌണിൽ ഫെഡറൽ ഗവൺമെന്റിൽ വ്യാപകമായ പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ആഴ്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ്, സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ എന്നിവ കൂട്ട പിരിച്ചുവിടലുകൾ നടത്തി. ഇനി അമേരിക്കയിലെ പകർച്ചവ്യാധിയോ മറ്റെന്തെങ്കിലും രോഗമോ ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കേണ്ട ജീവനക്കാരെയാണ് ഈ പിരിച്ചുവിട്ടിരിക്കുന്നത്. പിന്നെ ട്രംപ് മറ്റൊരു വാക്കുകൂടി പറഞ്ഞു, ഒരുതരം വെട്ടിനിരത്തൽ. ഡെമോക്രാറ്റുകൾ കൂടുതലായ സർക്കാർ വകുപ്പുകളിലാകും താൻ വെട്ടിനിരത്തൽ നടത്തുകയെന്ന്. ഇതോടെ ഡെമോക്രാറ്റുകൾക്ക് അതിലെ രാഷ്ട്രീയം മനസ്സിലായി. അപ്പോൾ അവർ തീരുമാനിച്ചു, എന്ത് തന്നെ വന്നാലും ട്രംപിന്റെ നേതൃത്വത്തിൽ ഈ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കില്ല. ഷട്ട്ഡൌൺ മാസങ്ങളോളം നീണ്ടാൽ കോൺഗ്രസ് ഉദ്യോഗസ്ഥർ, ഫെഡറൽ ജീവനക്കാർ, കരാറുകാർ എന്നിവർക്കെല്ലാം ശമ്പളം മുടങ്ങാനും വേതനം മുടങ്ങാനും കഷ്ടപ്പാടുകൾ സഹിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് സെനറ്റ് ഹൗസിന്റെ റിപ്പോർട്ടുകളുണ്ട്. വൈറ്റ് ഹൗസ് അത്, പെന്റഗൺ അത്, അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ട്രംപിനൊരു കുലുക്കവുമില്ല. അതേസമയം ട്രംപ് രണ്ടാമത് US പ്രസിഡന്റ് സ്ഥാനമേറ്റപ്പോൾ തൊഴിലാളി യൂണിയനുകൾ വലിയ ആവശ്യത്തിലായിരുന്നു. അതേ യൂണിയനുകൾ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതി കടുത്തപ്പോൾ അവർ ട്രംപിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ട്രംപ് വ്യാപകമായി ഉപയോഗിക്കുന്ന താരിഫുകൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇപ്പോൾ ട്രംപിനെതിരെ ഇതാ തൊഴിലാളി യൂണിയനുകളും തങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നതിനെയും വേതനം തടഞ്ഞു വെക്കുന്നതിനുമെതിരെ, പിരിച്ചുവിടലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. എന്തായാലും സെനറ്റ് വീണ്ടും ചേരുന്നുണ്ട് ഈ ആഴ്ച. ഫണ്ടിംഗ് ബില്ലിന്മേൽ വോട്ട് ചെയ്യാൻ സെനറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് 8ാമത്തെ തവണയാണ് സെനറ്റ് ഒന്ന് ശ്രമിക്കുന്നത്, ട്രംപിന്റെ റിപ്പബ്ലിക്കൻസ് ഒന്ന് ശ്രമിക്കുന്നത് ഫണ്ടൊന്ന് പാസ്സാക്കി കിട്ടാൻ. നവംബർ 1 ഒബാമ കെയറിന്റെ ഓപ്പൺ എൻറോൾമെന്റ് ആരംഭിക്കും. അപ്പോൾ ഈ സബ്സിഡി എടുത്തു കളഞ്ഞത് തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ അമേരിക്കക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് ഇരട്ടിയും അതിലിരട്ടിയുമാകും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ജനത ഭീതിയിലായിരിക്കുന്നത്. ട്രംപിന്റെ കാലത്ത് അമേരിക്കയിൽ താമസിക്കുന്നത് അത്ര സേഫ് അല്ലെന്ന്. US പക്കൽ നിന്നും സോയാബീൻ വാങ്ങുന്നത് നിർത്തിക്കൊണ്ട് ചൈന US താരിഫിനെതിരായ ആദ്യ പ്രതികാര നടപടിക്കും തുടക്കമിട്ടു. ചൈനയുടെ ഈ തീരുമാനത്തിനെതിരെ കർഷക വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ചെയ്തതിനെല്ലാം ട്രംപ് തിരിച്ചു വാങ്ങിച്ചു തുടങ്ങിയെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. കിട്ടുമെന്നാണ് പ്രമാണം. ഇനി ട്രംപ് മലയാളി അല്ലാത്തത് കൊണ്ട് ഈ പഴമൊഴി കേട്ട് പരിചയമില്ലാത്തതാണോ എന്നറിയില്ല. ട്രംപ് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും വാങ്ങാൻ തയ്യാറല്ല. ട്രംപ് കേവലം അമേരിക്കയുടെ മാത്രം ഭരണാധികാരിയാണ്. അമേരിക്ക ലോകരാഷ്ട്രങ്ങളിൽ സൈനികപരമായും സാമ്പത്തികപരമായും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രമായിരിക്കാം. പല കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിച്ചു എന്നിരിക്കാം. അമേരിക്കയുടെ പല വാക്കുകൾക്കും വിലയുണ്ടായി എന്നിരിക്കാം. എന്നു കരുതി ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ കാൽച്ചുവട്ടിലിട്ട് ഉറുമ്പിൻ കൂടി ചവിട്ടിയരയ്ക്കുന്നത് പോലെ ഇല്ലാതാക്കാമെന്നുള്ള ട്രംപിന്റെ മോഹം ഒരല്പം അതിമോഹം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അടിതെറ്റിയാൽ ആന പോലും വീഴുന്ന ലോകത്തിൽ ട്രംപിനെന്താ അടിതെറ്റാൻ പാടില്ല. പക്ഷെ അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാ കേന്ദ്രങ്ങളെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന ട്രംപിന് അടിതെറ്റണമെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടായിരിക്കണം. അതിനെ ആസൂത്രണം ചെയ്യാൻ കൃത്യമായ ശക്തി പ്രവർത്തിക്കണം. ഇന്ത്യക്കും ചൈനയ്ക്കും ഉൾപ്പെടെ മിക്ക രാജ്യങ്ങൾക്കും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനും റഷ്യയുമായി വാണിജ്യ വ്യാപാര ബന്ധം തുടരുന്നതിനും ട്രംപ് ഏർപ്പെടുത്തിയ തീരുവ വളരെ കൂടുതലായിരുന്നു.
ലോക സമാധാനം നിലനിൽക്കുക എന്നത് എല്ലാ രാജ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് എന്നു കരുതി മുഴുവൻ രാജ്യങ്ങൾക്കും മേൽ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചാൽ അതിന് വളം വെച്ചു കൊടുക്കാൻ പലപ്പോഴും കഴിയില്ല. ട്രംപിന് ആദ്യ തിരിച്ചടി കിട്ടിയത് മോദിയിൽ നിന്ന് തന്നെയാണ്. മറ്റു രാജ്യങ്ങളൊക്കെ ട്രംപിന്റെ വാക്കുകൾക്ക് മുന്നിൽ മുട്ടുവിറച്ച് റഷ്യയുമായുള്ള വാണിജ്യ ബന്ധത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ മോദി മാത്രം നെഞ്ചും വിരിച്ച് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നത് കൊണ്ട് തന്നെയാണ് മോദിയുടെ ചേരിയിൽ ചൈനയും റഷ്യയും വളരെ വേഗം ചേർന്നതും ട്രംപിനെ അതൽപ്പം ഭയപ്പെടുത്തിയതും. ഇപ്പോൾ ട്രംപിനെ തിരികെ പണി കൊടുത്തിരിക്കുകയാണ് ചൈനയും. US പക്കൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് നിർത്തിവെച്ചുകൊണ്ടാണ് ചൈന ആരംഭിച്ചത്. ചൈനയുടെ തീരുമാനത്തിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടയിൽ രംഗത്തും വന്നിട്ടുണ്ട്. US സോയാബീൻ കർഷകർക്ക് പ്രയാസമുണ്ടാക്കുന്നതും സാമ്പത്തികമായി ശത്രുതാപരമായ നടപടിയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതിന് പകരമായി ചൈനയിൽ നിന്നുള്ള പാചക എണ്ണയുടെ ഇറക്കുമതി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പരിഗണിക്കുകയാണ് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചൈന മനഃപൂർവ്വം സോയാബീൻ വാങ്ങാതിരിക്കുന്നതും സോയാബീൻ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ശത്രുതാപരമായ ഒരു നടപടിയാണ് എന്ന് വിശ്വസിക്കുന്നുവെന്നും പ്രതികാരം എന്ന നിലയിൽ പാചക എണ്ണയുമായും മറ്റു വ്യാപാര ഘടകങ്ങളുമായും ബന്ധപ്പെട്ട് ചൈനയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കുന്നത് പരിഗണിക്കുകയാണ് എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. US അനായാസേന പാചക എണ്ണ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്നും ചൈനയെ ആശ്രയിച്ചുള്ള ഇറക്കുമതി കുറയ്ക്കാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ ഫലമായി US ചൈനയുടെ പാചക എണ്ണയുടെ കയറ്റുമതിയിൽ നേരത്തെ തന്നെ കുറവ് വന്നിരുന്നു. ബ്ലൂംബർഗ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം 2024 $120 കോടി വിലമതിക്കുന്ന 1.27 ദശലക്ഷം ടണ്ണിന്റെ റെക്കോർഡ് കയറ്റുമതിക്ക് ശേഷം ഡിസംബർ മുതൽ കയറ്റുമതിക്കുള്ള നികുതി ഇളവ് ചൈന റദ്ദാക്കിയതിനെ തുടർന്ന് US ചൈനയുടെ സംസ്കരിച്ച ഭക്ഷ്യ എണ്ണകളുടെയും ഉപയോഗിച്ച പാചക എണ്ണയുടെയും കയറ്റുമതി ഈ വർഷം കുത്തനെ ഇടിഞ്ഞിരുന്നു. ട്രംപിന്റെ ആക്രമണാത്മക വ്യാപാര യുദ്ധത്തിന് മറുപടിയായാണ് ചൈന സോയാബീനിൽ ഇറക്കുമതിയിൽ ഗണ്യമായ കുറവ് വരുത്തിയത്. ബ്രസീലിൽ നിന്ന് വലിയ അളവിൽ സോയാബീൻ വാങ്ങുന്നതിനുള്ള കരാറുകൾ ചൈന ഉറപ്പാക്കിയിട്ടുമുണ്ട്. ആഗോളതലത്തിൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് US. ഏകദേശം $1260 കോടി സോയാബീനാണ് കഴിഞ്ഞ വർഷം ചൈന വാങ്ങിയത്. റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കർഷകരെയാണ് ചൈനയുടെ നടപടി ബാധിച്ചിരിക്കുന്നത്. സഹായ പാക്കേജിലൂടെ കർഷകരുടെ ദുരിതം ലഘൂകരിക്കുമെന്ന് ട്രംപ് ഭരണകൂടം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സഹായധനത്തെക്കാൾ ചൈനയുമായുള്ള ഒരു വ്യാപാര കരാറിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് കർഷകർ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിപ്പോൾ സ്വന്തം നിലയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണ്ടാരോ പറഞ്ഞതുപോലെ ആഹാ, ഇപ്പോൾ മറ്റുള്ളവർ തിരിച്ച് നമുക്കിട്ട് പണി തരുമ്പോൾ ഓഹോ. അങ്ങനെ രണ്ടു നീതിയിൽ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ ശരിയാവില്ലല്ലോ ട്രംപേ. എന്താണെങ്കിലും ചൈന തുടങ്ങിവെച്ച സ്ഥിതിക്ക് ഇനി വെടിക്കെട്ട് കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവസാനിക്കും. ഗസ വെടിനിർത്തൽ കരാറിൽ ആദ്യ ഉടക്കുമായി ഇസ്രായേൽ എത്തി. സഹായ വിതരണത്തിനായി തുറന്നു കൊടുക്കണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്ന റഫ അതിർത്തി തുറക്കില്ലെന്നിപ്പോൾ ഇസ്രായേൽ നിർബന്ധം പിടിക്കുന്നു. ബന്ധുക്കളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഉടക്ക്. US ഉടമസ്ഥതയുള്ള കരാർ ലംഘിച്ചെന്ന് ആരോപിച്ച് ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം പകുതിയെ കുറയ്ക്കാനും ഉത്തരവിട്ടു. കൂടാതെ ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയും സഹായം എത്തിക്കാനുള്ള പ്രധാന കവാടവുമായ റഫ അതിർത്തി തുറക്കില്ലെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഗസയിൽ ജീവനോട് അവശേഷിച്ചിരുന്ന 20 ബന്ധുക്കളെയും 4 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങളും ഹമാസ് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. എന്നാൽ ശേഷിക്കുന്ന 24 പേരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലങ്ങൾ തിരിച്ചറിയാൻ പ്രയാസമുണ്ടെന്നാണ് ഹമാസിന്റെ വിശദീകരണം. ഫ്രാൻസിൽ ഇനി മുതൽ 2028 ജനുവരി വരെ വിരമിക്കൽ പ്രായത്തിൽ വർധനവുണ്ടാകില്ല. സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം. ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണോ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ 2023 ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ പെൻഷൻ പുനഃസംഘടന താൽക്കാലികമായി നിർത്തിവെച്ചു. 2027 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാമെന്നാണ് ലെക്കോർണുവിന്റെ നിലപാട്. ശരത്കാലം മുതൽ 2023 പെൻഷൻ പരിഷ്കരണം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരെ താൽക്കാലികമായി നിർത്തിവെക്കാൻ പാർലമെന്റിൽ നിർദ്ദേശിക്കുമെന്ന് സെബാസ്റ്റ്യൻ ലെക്കോർണു തന്റെ ഡെപ്യൂട്ടികളോട് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച രാജിവെച്ചെങ്കിലും വെള്ളിയാഴ്ച മാക്രോൺ വീണ്ടും നിയമിച്ച ലെക്കോർണോ ഫ്രാൻസിന്റെ പാർലമെന്റിൽ അടുത്ത വർഷത്തേക്കുള്ള ചെലവ് ചുരുക്കൽ ബജറ്റ് പാസാക്കാൻ നെട്ടോട്ടം ഓടുകയാണ്. ഇംഗ്ലണ്ടിലെ റോച്ചസ്റ്റർ നോർത്ത് ഗേറ്റിലുള്ള കെന്റ് ഹിന്ദു സമാജത്തിന്റെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ തുലാമാസ ശ്രീ അയ്യപ്പ പൂജ ഒക്ടോബർ 18 ശനിയാഴ്ച നടക്കും. രാവിലെ 8:30 ഗണപതി ഹോമം, വൈകുന്നേരം 6:30 മുതൽ അഭിഷേകം, വിളക്കുപൂജ, ലളിത സഹസ്രനാമാർച്ചന, ഭജന, നീരാഞ്ജനം, പടിപൂജ, ഹരിവരാസനം എന്നിവയും ഉണ്ടാകും. ക്ഷേത്ര മേൽശാന്തി അഭിജിത്തും താഴൂർമന ഹരിനാരായണൻ നമ്പടീശ്വരരും
പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 07838100203 07985245890 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സമീക്ഷ UK സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഡബിൾസ് നാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന് മുന്നോടിയായി ഷെഫീൽഡ് റീജിയണൽ മത്സരങ്ങൾ ഒക്ടോബർ 12-ന് EIS ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നടന്നു. ടൂർണമെന്റിൽ അബിൻ ബേബി ആൻഡ് പ്രവീൺ കുമാർ രവി ടീമിന് 1ാം സ്ഥാനവും, ടിങ്കിൾ ജോസ് ആൻഡ് ബെനറ്റ് വർഗീസ് ടീമിന് 2ാം സ്ഥാനവും, ഷെയ്ൻ തോമസ് ആൻഡ് എബിൻ തോമസ് ടീമിന് 3ാം സ്ഥാനവും ലഭിച്ചു. ജിൻസ് ദേവസ്യ ആൻഡ് വിനോയ് ടീം 4ാം സ്ഥാനത്തെത്തി. വിജയികൾക്ക് ട്രോഫികൾ സമീക്ഷ നാഷണൽ സെക്രട്ടറി അംഗം ശ്രീകാന്ത് കൃഷ്ണൻ, നാഷണൽ കമ്മിറ്റി അംഗം സ്വരൂപ് കൃഷ്ണൻ, യൂണിറ്റ് പ്രസിഡന്റ് ഷാജു സി ബേബി, യൂണിറ്റ് ട്രഷറർ സ്റ്റാൻലി ജോസഫ്, ജൂലി ജോഷി, ജോഷി ഇറക്കത്തിൽ, സനോജ് സുന്ദർ, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം വിജേഷ് വിവാഡ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. മത്സരങ്ങൾ സമീക്ഷ UK ഷെഫീൽഡ് യൂണിറ്റ് പ്രസിഡന്റ് ഷാജു സി ബേബി ഉദ്ഘാടനം ചെയ്തു. സമീക്ഷ UK മുൻ നാഷണൽ സെക്രട്ടേറിയറ്റ് അംഗവും ജോഷി ഇറക്കൽ, സ്പോർട്സ് കോർഡിനേറ്റർ സ്വരൂപ് കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സമീക്ഷ UKയുടെ 32 യൂണിറ്റിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 17ഓളം റീജിയണുകളിൽ ഈ വർഷം മത്സരങ്ങൾ നടക്കും. ഇതിലൂടെ നവംബർ 9-ന് ഷെഫീൽഡിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലിൽ മാറ്റുരയ്ക്കാനിരിക്കുന്ന മികച്ച ഡബിൾസ് ടീമിനെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. പ്രേക്ഷക ഹൃദയങ്ങളിൽ പ്രണയനിലാവ് പൊഴിച്ച് കണ്ണാൾ മ്യൂസിക് വീഡിയോ. പ്രണയത്തിന്റെ വേറിട്ട ഭാവങ്ങളുമായി ശ്രദ്ധ നേടി UKയിൽ തരംഗമാകുകയാണ് കണ്ണാൾ മ്യൂസിക് വീഡിയോ. മനസ്സ് നിറയ്ക്കുന്ന ദൃശ്യങ്ങളും ഉള്ളുതൊടുന്ന സംഗീതവുമെല്ലാം പ്രേക്ഷകരിൽ ഒരു പുത്തൻ അനുഭവമാണ് പകരുന്നത്. യുവ സംഗീത സംവിധായകനായ അനന്തോഷ് ശാന്തജൻ സംഗീതം, രചന, ആലാപനം എന്നിവ നിർവഹിച്ച് നവമി ആർ ഗോപൻ നൃത്ത സംവിധാനവും അഭിനയവും നിർവഹിച്ച ഗാനം യൂട്യൂബിൽ റിലീസ് ചെയ്തു. ജിതിൻ ഈപ്പൻ ചാക്കോ പ്രോഗ്രാമിംഗ്, റെക്കോർഡിംഗ്, മിക്സിംഗ് എന്നിവ നിർവഹിച്ചിരിക്കുന്നു. ശശി കുന്നുടയാണ് ഓടക്കുഴൽ വായിച്ചത്. അഭിജിത് കൃഷ്ണൻ ഒരുക്കിയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തത് രാഹിൽ രവീന്ദ്രനാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 117.98 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 88.35 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.67 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 62.93 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബുക്ക് യുവർ ഇൻഡിഗോ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഈസിലി ആൻഡ് സേഫ്ലി വിത്ത് ആനന്ദ് ട്രാവൽ. കാൾ UK നമ്പർ 02085484897. Indian cell number 918921120509, or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ന്യൂസ്. ബീഹാറിൽ ആദ്യ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയെങ്കിലും NDA ക്യാമ്പിൽ അതിർത്തി പുകയുകയാണ്. കക്ഷി നേതാക്കൾ ശബ്ദം ഉയർത്തുമ്പോൾ ഇടപെട്ട് BJP നേതൃത്വം സ്ഥിതി ശാന്തമാക്കാനുള്ള നടപടികളിലാണ്. കഴിഞ്ഞ ദിവസം 71 പേരുടെ പട്ടിക പുറത്തുവിട്ട് BJP സ്ഥാനനിർണയത്തിലും മേൽക്കൈ നേടിയിരുന്നു. കൃത്യമായ പട്ടിക പുറത്തുവിട്ടില്ലെങ്കിലും മന്ത്രി വിജേന്ദർ പ്രസാദ് യാദവ്, സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് സിംഗ് കുശ്വാഹ, ആനന്ദ് കുമാർ സിംഗ് എന്നിവർ ഉൾപ്പെടെ ഒട്ടേറെ നേതാക്കൾക്ക് JDU ആസ്ഥാനത്ത് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചിഹ്നം അനുവദിച്ചു. ഇതിനിടെ ഭഗത്പൂർ MP അജയ് മണ്ഡൽ നിതീഷിനുള്ള അതിർത്തി പരസ്യമാക്കി രംഗത്തെത്തി. മുന്നണി ധാരണ അനുസരിച്ച് JDUവും BJPയും 101 സീറ്റുകളിൽ മത്സരിക്കും. എന്നാൽ തുല്യ നിലയിലുള്ള സീറ്റ് വിഭജനത്തിൽ നിതീഷിന് കടുത്ത അതിർത്തിയുണ്ടെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 100-ലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടതായി ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഇന്ത്യ ഏൽപ്പിച്ച ആഘാതം ഈ മരണസംഖ്യയിൽ നിന്നും എത്രയോ വലുതാണെന്നും വ്യക്തമാണെന്നും രാജീവ് ഖായ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയിലെ രാജ്യങ്ങളിലെ സൈനിക മേധാവിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാജീവ് ഖായ്. മെയ് 9-നും 10-നും ഇടയിൽ രാത്രിയിൽ ഇന്ത്യൻ വ്യോമസേന 1-ലധികം പാക് വ്യോമത്താവളങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തിയതായും രാജീവ് ഖായ് പറഞ്ഞു. ഹരിയാനയിൽ ജാതി വിവേചനം ആരോപിച്ച് IG ജീവനൊടുക്കിയ കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ആത്മഹത്യ ചെയ്ത IG Y പുരൻകുമാറിനെതിരായ അഴിമതി ആരോപണം അന്വേഷിച്ചിരുന്ന സൈബർ സെൽ ASI സന്ദീപ് കുമാർ വീട്ടിൽ സ്വയം വെടിവെച്ചു മരിച്ചു. പുരൻകുമാർ അഴിമതിക്കാരനാണെന്നും അറസ്റ്റ് ഭയന്ന് ജീവനൊടുക്കുകയായിരുന്നെന്നും സന്ദീപിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കൃത്യമായ തെളിവുണ്ടെങ്കിലും ജാതി വിവേചനം ഉന്നയിച്ച് അതെല്ലാം അട്ടിമറിക്കാനാണ് പുരൻ ശ്രമിച്ചതെന്നും ശരിയായ അന്വേഷണത്തിന് വേണ്ടി താൻ ജീവൻ ബലി നൽകുകയാണെന്നും സന്ദീപിന്റെ കുറിപ്പിൽ പറയുന്നു. ഒരു മദ്യ വ്യവസായിയോട് പുരൻകുമാറിന് വേണ്ടിയെന്ന് പറഞ്ഞ് 2.5 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന കേസിൽ ഹെഡ് കോൺസ്റ്റബിൾ സുശീൽ കുമാർ മുൻപ് അറസ്റ്റിലായിരുന്നു. ഈ അറസ്റ്റിൽ സന്ദീപിന് നിർണായ പങ്കുണ്ടെന്നാണ് മറ്റു ഉദ്യോഗസ്ഥർ പറയുന്നത്. തമിഴ്നാട് സർക്കാർ പുറത്തിറക്കിയ ചെന്നൈ വൺ ആപ്പ് വൻ വിജയം. ബസ്, ട്രെയിൻ, മെട്രോ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഈ ഒരു ആപ്പ് മതിയാകും. ഉടൻ തന്നെ 1000-2000 രൂപയ്ക്കുള്ള പ്രതിമാസ പാസുകളും പുറത്തിറക്കും. സെപ്റ്റംബർ അവസാനം ചെന്നൈ യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി വഴി ആരംഭിച്ച ചെന്നൈ വൺ ആപ്പ് ചെന്നൈയിൽ ഉടനീളമുള്ള 48 ലക്ഷം യാത്രക്കാർ ലക്ഷ്യം വെച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോഞ്ച് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ 1.3 ലക്ഷം ഡൗൺലോഡുകളും 4394 ടിക്കറ്റ് ബുക്കിംഗുകളും രേഖപ്പെടുത്തി.
ചെന്നൈയിലെ പ്രധാന പൊതുഗതാഗത സംവിധാനങ്ങളായ 621 MTC റൂട്ടുകളിലായി ഓടുന്ന 3436 ബസ്സുകൾ, 3 സബർബൻ MRTS റെയിൽ ലൈനുകൾ, 2 മെട്രോ ഇടനാഴികൾ എന്നിവയെ ചെന്നൈ വൺ ആപ്പ് എന്ന പ്ലാറ്റ്ഫോം യോജിപ്പിക്കുന്നു. നിലവിൽ 3.5 ലക്ഷത്തിലധികം ആളുകൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്ന കണക്ക്. 15,000-ലധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയും ചെയ്തു. ഇനി കേരള ന്യൂസ്. കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റൈല ഒഡിംഗ കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. പ്രഭാത സവാരിക്കിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. മകളും ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് കൂത്താട്ടുകുളം ദേവമാത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണമടയുകയായിരുന്നു. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാട്ടിലെത്തിക്കുന്ന ഉൾപ്പെടെയുള്ള മറ്റു നടപടികൾ എംബസി മുഖേന സ്വീകരിക്കും. ശ്രീധരീയത്തിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു അദ്ദേഹം. മകൾ റോസ്മേരി ഒഡിംഗയ്ക്ക് കേരളത്തിൽ നടത്തിയ ആയുർവേദ നേത്ര ചികിത്സ വളരെ ഫലപ്രദമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണ എത്തിയതെന്നാണ് വിവരം. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലടക്കം ഒഡിംഗ കേരളത്തിൽ എത്തി നടത്തിയ ചികിത്സ പരാമർശിക്കപ്പെട്ടിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് 1 വർഷം തികയും. ദുരന്ത സ്മാരകം പോലെ കാടുപിടിച്ച് കിടക്കുകയാണ് ചെങ്ങളൈ ചേരൻകുന്നിൽ വിവാദ പെട്രോൾ പമ്പിനായി പാട്ടത്തിനെടുത്ത ആ വിവാദ സ്ഥലം. ഈ പെട്രോൾ പമ്പിനുള്ള നിരാക്ഷേപ പത്രം വൈകിയതിന്റെ പേരിലാണ് 1 വർഷം മുമ്പ് അന്നത്തെ കണ്ണൂർ ADM കെ നവീൻ ബാബുവിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചത്. ആ രാത്രി ADM ജീവനൊടുക്കുകയായിരുന്നു. പെട്രോൾ പമ്പിന് NOC ലഭിച്ചെങ്കിലും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് അദ്ദേഹത്തെ കണ്ണൂർ നഗരത്തിലെ കോട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഷ്ടമിരോണി വള്ളസദ്യ നടന്ന ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ ദേവന് നദിക്ക് മുമ്പ് പുറത്ത് ദേവസ്വം മന്ത്രിക്കുൾപ്പെടെ സദ്യ വിളമ്പിയത് ആചാരലംഘനമെന്ന് പരാതി. ആചാരലംഘനത്തിന് ബന്ധപ്പെട്ടവർ പരസ്യ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടില്ലം പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ദേവസ്വം കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പള്ളിയോട സേവാ സംഘം, ഉപദേശക സമിതി എന്നിവർക്കാണ് തന്ത്രി കത്ത് നൽകിയത്. ആചാരലംഘനത്തിൽ പരസ്യ പരിഹാരക്രിയ വേണമെന്നാണ് കത്തിലുള്ളത്. ഈ മാസം 12-നാണ് തന്ത്രി ദേവസ്വം ബോർഡിനും ദേവസ്വം കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവർക്കടക്കം കത്ത് നൽകിയത്. സെപ്റ്റംബർ 14-നായിരുന്നു ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ. മന്ത്രി VN വാസവനായിരുന്നു വള്ളസദ്യയുടെ ഉദ്ഘാടകൻ. എന്നാൽ ശ്രീകോവിലിൽ ഉച്ചപൂജയ്ക്ക് ഭഗവാനെ നേദിക്കുന്നതിന് മുമ്പ് ആനക്കൊട്ടിലെ പ്രത്യേക സ്ഥലത്ത് മന്ത്രി വിളക്ക് കൊളുത്തുകയും അവിടെ സദ്യ വിളമ്പുകയുമായിരുന്നെന്നാണ് പരാതി. ഇനി സ്പോർട്സ് ന്യൂസ്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ റെക്കോർഡ് പ്രകടനം നടത്തിയിട്ടും പോർച്ചുഗലിന്റെ ലോകകപ്പ് യോഗ്യത വൈകിപ്പിച്ച് ഹംഗറി. യോഗ്യതാ മത്സരത്തിൽ പോർച്ചുഗലിനെ ഹംഗറി സമനിലയിൽ പിടിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. അടുത്ത വർഷം നടക്കുന്ന ടൂർണമെന്റിലെത്താൻ പോർച്ചുഗലിന് ഇനി 2 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 22-45 മിനിറ്റുകളിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളുകൾ. ഇതോടെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ ഗോളുകളുടെ എണ്ണത്തിൽ റൊണാൾഡോ മുന്നിലെത്തി. പോർച്ചുഗൽ സൂപ്പർ താരത്തിന് നിലവിൽ 40 ഗോളുണ്ട്. 39 ഗോൾ നേടിയ ഗോട്ടിമല താരം കാർലോസ് റൂയിസിനാണ് റൊണാൾഡോ പിന്തള്ളിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ തൊഴിൽ നേടാൻ ഇനി A ലെവൽ നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് പഠനം നിർബന്ധമാക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ വിസ മാനദണ്ഡം വെല്ലുവിളി. നടപടികളിലൂടെ വർഷം തോറും ഏകദേശം 1 ലക്ഷം കുടിയേറ്റക്കാരെ കുറയ്ക്കാൻ UK ലക്ഷ്യമിടുന്നു. UK-യുടെ സമ്പദ് വ്യവസ്ഥ G7-ൽ 2ാമത് വളർച്ചാ നിരക്ക് കൈവരിക്കുമെങ്കിലും വിലക്കയറ്റം രൂക്ഷമാകുന്നു. ഈ വർഷം 3.4%, അടുത്ത വർഷം 2.5% വിലവർധന ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. IMF റിപ്പോർട്ട് ലേബർ സർക്കാരിന് കനത്ത തിരിച്ചടി. രാജസ്ഥാനിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ മരിച്ചത് 20 പേർ. 16 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹമാസിനെ നിരായുധരാക്കുകയാണ് ഇനി തന്റെ അടുത്ത നീക്കമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ അതിർത്തികളിൽ ആരാണ് സ്വന്തം രാജ്യത്ത് പ്രവേശിക്കുന്നതെന്നും ആരാണ് പോകേണ്ടതെന്നും നിർണ്ണയിക്കാൻ അതത് സർക്കാരുകൾക്ക് സാധിക്കണമെന്ന് UK ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. അമേരിക്കയിൽ 2 ആഴ്ചയെ തുടർന്ന ഗവൺമെന്റ് ഷട്ട്ഡൌൺ പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന റിപ്പോർട്ട്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർധനവിൽ നിന്നും അമേരിക്കക്കാരെ സംരക്ഷിക്കാനായി ഒബാമ കെയർ സബ്സിഡികൾ പുനഃസ്ഥാപിക്കണമെന്ന് ഡെമോക്രാറ്റുകൾ. ബീഹാറിൽ ആദ്യ സീറ്റ് വിഭജനം പൂർത്തിയായി. NDA ക്യാമ്പിൽ അതിർത്തി പുകയുന്നു. പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 100-ലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടതായി ഇന്ത്യ. കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റൈല ഒഡിംഗ കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. പ്രഭാത നടത്തത്തിനിടെ ഹൃദയാഘാതം ഉണ്ടാക്കുകയായിരുന്നു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.